ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ കാണിച്ചു തരാം. ഈ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ആ ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട്. ടാർഗറ്റ് വന്നിട്ട് നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ സാധാരണ നമ്മൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു ടാർഗറ്റായിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. ഇപ്പോൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 500-600ൻ്റെ ഒരു ഗ്രീനിൽ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഓവറോൾ ഒരു 210 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അപ്പോൾ ഓവറോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റി പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000ൻ്റെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോസ് ആണെങ്കിൽ ഒരു 7,000 to 6,000 റേഞ്ചിലായിരിക്കും നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ഫോളും കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2,000+ ഞാൻ ഈ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എക്സാക്ട്ലി നിങ്ങൾക്ക് അതൊരു വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ വെറുതെ അത് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാണണം എന്നില്ല. ഞാൻ വീഡിയോ നോക്കുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ഏത് പ്ലേസിലാണ് നമ്മളുടെ എൻട്രിന്നോ അതൊന്ന് നിങ്ങൾക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻ ഡ്രോ ചെയ്ത്. ആ ലൈനിൽ വേറെ ഒരു മീനിങ്ങും ഇല്ല, ജസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻ്റ് ഇതും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് കാണിച്ചത്. സോ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 10 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ അത്യാവശ്യം ഒരു കണ്ടിന്യൂസ്ലി ഇവിടെ നിന്നൊരു ഫോൾ ആയിരിക്കും. ഇവിടെ ബൈ ചെയ്ത് വച്ചിരുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസസ് താഴത്തുണ്ട്. സോ അവരുടെ ഒരു സ്റ്റോപ്പ് ലോസസിനെ മാർക്കറ്റ് ഹണ്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ഇന്നലെ ട്രേഡ് ഇടാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ട്രേഡ് എടുത്തിരുന്നു. രണ്ട് ട്രേഡ് എടുത്തിരുന്നു. ഞാൻ വണ്ടിയിലായതുകൊണ്ട് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഓണം കഴിയുന്നവരെ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇന്നലെ ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്, പക്ഷേ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ സോ അതിന് മുന്നേ ഈ ട്രേഡ് തീർന്ന് കിട്ടിയാൽ വളരെ സന്തോഷം. സോ ഏതായാലും വളരെ സിമ്പിൾ ട്രേഡാണ്. മാർക്കറ്റ് രാവിലെ തൊട്ട് ഫോളിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് ജസ്റ്റ് മേലിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് പേര് ഇവിടെ ബൈ ചെയ്ത് കാണും. അവരുടെ എഗനിസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തു, അവർക്ക് എഗനിസ്റ്റ് നമ്മളുടെ ട്രേഡ്. സോ ഓവറോൾ നമ്മൾ ട്രെൻഡിനോട് ചേർന്ന് തന്നെയാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാത്രമാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒരു 51-50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ സാധാ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി വീഡിയോ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഞാനിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടി വന്നാൽ ഇത് എക്സ്പ്ലെയിനും കൂടെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് വെറുതെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റും കൂടെ വേണ്ടേ. സോ നമ്മൾ ഓവറോൾ ഒരു 54,700ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 175.53 നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ചെറിയൊരു നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. റിസ്ക് എടുക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 149 ട്രിഗർ വന്നിട്ട് 150 കൂടിയാണ് നമ്മളുടെ ട്രിഗർ പ്രൈസ് കൊടുക്കേണ്ടത്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു റെഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. 149 150 ട്രിഗർ വന്നിട്ട് 150 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റാണ്. അത് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു റിജക്ഷൻ കാണിച്ച് മേലിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തത്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു അത്യാവശ്യം നല്ല ഫോൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയതായിരുന്നു. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. ജസ്റ്റ് ടാർഗറ്റ് വയ്ക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും അവിടെ നിന്നൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആവുന്നത്. സർ കുഴപ്പമില്ല, നമ്മളേതായാലും നമ്മളുടെ ടാർഗറ്റുമായിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി ഞാൻ വയ്ക്കാൻ വന്ന സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് വയ്ക്കാൻ വന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു അത്യാവശ്യം പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ റെഡി. ട്രേഡേഴ്സ് മാർക്കറ്റ് അത്യാവശ്യം ഫോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വച്ചേക്കാം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 225 225 നമ്മളുടെ ടാർഗറ്റ്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ അത്യാവശ്യം ഒരു ഫോള് കാണിച്ചതായിരുന്നു. ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ച് ഒരുപാട് സമയമായി. നല്ല
അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആസ് ആൻ ഓപ്ഷൻ ബയർ നമുക്ക് നമ്മളുടെ പ്രൈസ് അത്രയും ഇൻക്രീസ് ആവില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ട്രേഡ് അത്യാവശ്യം 5,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ കുറയാൻ തുടങ്ങി. ഓക്കെ, എനിവൈസ് നമുക്ക് നല്ലൊരു ഫോള്, നമുക്ക് ആവശ്യമുള്ളൊരു ഫോള് കിട്ടിയില്ലെങ്കിൽ അവിടെ ആ ഒരു ട്രേഡ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ഇല്ലാതെ പോകും. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ഏതായാലും നോക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 8,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 215 ജസ്റ്റ് ഒരു 10 പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ കൂടി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തേക്കും. ജസ്റ്റ് ഒരു 215 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 225 ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റിൻ്റെ എങ്ങനെയാണ്, നമ്മളുടെ ടാർഗറ്റാണോ അതോ ഇനി നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണോ ഹിറ്റ് ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ എന്തായാൽ കൂടി എത്രയും പെട്ടെന്ന് ചെയ്താൽ മതിയായിരുന്നു. ഒന്ന് ടൈം എടുത്ത് നോക്കി, നമ്മളെപ്പോൾ 11:20 11:30 കണ്ട് നമ്മൾ മാർക്കറ്റിൽ ട്രേഡിൽ എൻട്രി ആയതാണ്. ഇപ്പോൾ എത്ര സമയമായെന്ന് നോക്കിക്കേ, ഏകദേശം 1 മണി ആവാറായി. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. മാർക്കറ്റ് എഗെയിൻ നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പോർഷൻ കട്ട് ചെയ്യേണ്ടി വരും, ഇത്രയും സമയമായി, 2 മണിക്കൂർ എബോവായി. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, നമുക്ക് നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. ജസ്റ്റ് 177 ട്രിഗർ വന്നിട്ട് 178. ഇവിടുന്ന് ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ച് നമ്മളുടെ കോസ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. വെറും 10 പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയത്. കുഴപ്പമില്ല. എനിവേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. എവിടെയായിരുന്നു നമ്മുടെ എൻട്രി? ഈ ഒരു പോർഷനിലായിരുന്നു നമ്മളുടെ എൻട്രി ഉണ്ടായിരുന്നത്. എത്ര മണിക്കായിരുന്നു? 11:30. അവിടുന്ന് ഒരു കുറേ നേരം സൈഡ് വൈസായി താഴത്തോട്ട് ഫോൾ കിട്ടി. ഇത്രയും സമയമെടുത്ത് മാർക്കറ്റ് ഒന്നില്ലേ പ്രോഫിറ്റ് തരണം അല്ലെങ്കിൽ ലോസ് തരണം, ഇത് രണ്ടുമില്ലാതെ മാർക്കറ്റ് കിടന്ന് കറങ്ങാൻ തുടങ്ങിയതാ. ഇത്രയും ഏരിയ നിങ്ങളൊന്ന് നോക്കി, 11:30 ഏകദേശം ഒരു 2 മണിക്കൂർ സമയമായ ഒരു ഓപ്ഷൻ ബയർ ഇതിൽ ട്രേഡ് എടുത്തിട്ട് ഈ 2 മണിക്കൂർ ഒരു ഓപ്ഷൻ ബയർ വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും അതിൻ്റെ അകത്തില്ല. സോ ഇനി ഇവിടുന്ന് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇത് ഇന്നത്തെ ഫൈനൽ ട്രേഡ് ആയിരിക്കും, ഇനി ഒരു ട്രേഡും എടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 182 മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന് ഇവിടുന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനിയിപ്പോൾ തിരിച്ചാണ് കണ്ടിന്യൂസ്ലി, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ച് കണ്ടിന്യൂസ്ലി ഒരു ഫോളാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനെ, ഈ ഒരു ഏരിയ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇപ്പം മാർക്കറ്റ് നമ്മുടെ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം, ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോയി. ഇപ്പോൾ തന്നെ ഇത് കുറേ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 2 മണിക്കൂർ വീഡിയോ നോക്കാം. ട്രേഡേഴ്സ്, നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പം ഇത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ട്രേഡാണ്. ഇനിയിപ്പോൾ ട്രേഡൊന്നും എടുക്കല്ല, നാളെ കാണാം. നാളെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം.